ഒരു സ്ത്രീ പച്ചക്കറിക്കാരൻ്റെ കയ്യിൽ നിന്നും പച്ചക്കറി വാങ്ങി അത് അടുക്കളയിൽ കൊണ്ടുവന്നു വെച്ചു. അവൾ അവിടെ നിന്ന് പോയപ്പോൾ കുട്ടയിലെ പച്ചക്കറികൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. തക്കാളി പറഞ്ഞു, കൂട്ടുകാരെ, നമ്മൾ ഈ കുട്ടയിൽ തന്നെ കിടന്നാൽ നാളെ ഈ വീട്ടുകാർ നമ്മളെ എടുത്ത് കറി വെക്കില്ലേ? അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. അവർ കുട്ടയിൽ നിന്ന് പുറത്തു ചാടി അവിടെ നിന്ന് പോയി. അവർ സന്തോഷത്തോടെ യാത്ര തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ അവരൊരു തിരക്കുള്ള റോഡിലെത്തി. വാഹനങ്ങൾ അതിവേഗത്തിൽ പോകുന്ന ആ റോഡിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. പച്ചമുളകിനെ ഒരു കാറിടിച്ചു. പാവം പച്ചമുളക് മരിച്ചുപോയി. ഇത് കണ്ട് പച്ചമുളകിൻ്റെ കൂട്ടുകാർക്ക് വിഷമമായി. സങ്കടം കൊണ്ട് അവർ കരയാൻ തുടങ്ങി. പിറ്റേ ദിവസം അവർ 3 പേരും കൂടി യാത്ര തുടർന്നു. റോഡിൽ വെച്ച് വഴുതനങ്ങയെ ഒരു ബസ് ഇടിച്ചു മറിച്ചിട്ടു. പാവം വഴുതനങ്ങയും മരിച്ചുപോയി. ഇതു കണ്ട തക്കാളിയും ഉള്ളിയും ഹൃദയം പൊട്ടിക്കരഞ്ഞു. അന്നവർ എങ്ങോട്ടും പോയില്ല. പിറ്റേന്ന് തക്കാളിയും ഉള്ളിയും കൂടെ നടക്കാൻ തുടങ്ങി. റോഡിലെത്തിയപ്പോൾ തക്കാളിയെ ഒരു ബൈക്കുകാരൻ ഇടിച്ചു തെറിപ്പിച്ചു പോയി. പാവം തക്കാളിയും മരിച്ചുപോയി. സങ്കടം സഹിക്കാനാവാതെ ഉള്ളി പൊട്ടിക്കരഞ്ഞു. തനിച്ചായിപ്പോയ ഉള്ളി റോഡിൻ്റെ ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉള്ളിയുടെ കരച്ചിൽ കേട്ട് ഒരപ്പൂപ്പൻ അങ്ങോട്ട് വന്നു. എന്തിനാ കരയുന്നത്? അപ്പൂപ്പൻ ചോദിച്ചു. ഉള്ളി അപ്പൂപ്പനോട് സങ്കടം പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. ഇപ്പോൾ എനിക്ക് ആരുമില്ല. ഇനി ഞാൻ മരിച്ചാൽ ആരാണ് കരയാനുള്ളത്? അപ്പൂപ്പൻ പറഞ്ഞു. നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? നീ മരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കരയും. അപ്പൂപ്പൻ പറഞ്ഞത് കേട്ടപ്പോൾ ഉള്ളിയുടെ വിഷമമൊക്കെ മാറി. അപ്പൂപ്പൻ ഉള്ളിക്കൊടുത്ത വാക്കു പാലിക്കാനാണ് ഉള്ളി എരിയുമ്പോൾ നമ്മളെല്ലാവരും കരയുന്നത്.